ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി പഴം വെച്ചുണ്ടാക്കുന്ന ഒരു 4 മണി പലഹാരമാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് പഴം. ചിലപ്പോഴൊക്കെ പഴം കറുത്തു പോകാറുണ്ട്. അങ്ങനെ കറുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അത് കഴിക്കാൻ മടിയാണ്. ശരിക്കും പറഞ്ഞാൽ പഴുത്ത് കറുത്തുപോയ പഴത്തിലാണ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത്. ക്യാൻസറിനെ ചെറുക്കാനും സ്കിൻ ഡിസീസസ് വരാതിരിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും പിന്നെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും ഒക്കെയും ഇത് നല്ലതാണ്. അപ്പം നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 3 പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കുറച്ചധികം കറുത്ത് പോയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഒരു ജാർ എടുത്ത് അതിനകത്തോട്ട് ഈ പഴം ഒന്ന് അരിഞ്ഞിടണം. വലിയ ജാറോ ചെറിയ ജാറോ ഏതായാലും കുഴപ്പമില്ല. ഞാനിവിടെ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിനകത്തോട്ട് അരിഞ്ഞു വെച്ച പഴമാണ് ആദ്യമേ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് 2 മുട്ടയാണ്. 2 മുട്ട ഇതിനകത്തോട്ട് തന്നെ നേരെ പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മധുരം ഒരുപാട് വേണ്ടവർക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് ഇട്ട് കൊടുത്താൽ പാകമായിരിക്കും. പിന്നെ നമ്മൾ എടുക്കുന്ന പഴത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മധുരമൊക്കെ. അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഇട്ട് കൊടുക്കുന്നത് ഏലക്കയാണ്. 3 ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. പഴമൊക്കെ നല്ലപോലെ അരയണം. ഇപ്പം ഞാനിതിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1/2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദ ഇട്ട് കൊടുത്താലാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ മൈദ ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. പഴമെല്ലാം ആദ്യം നന്നായി അരഞ്ഞതിന് ശേഷം മാത്രം മൈദ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് ശരിക്കും അരഞ്ഞു കിട്ടത്തില്ല. ഇപ്പം നല്ല കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതുപോലെ തന്നെ ഏലക്കയുടെ തൊലി കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ഉണ്ണിയപ്പ ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഇതുപോലെ ഒന്ന് നെയ്യ് തേച്ച് കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പ ചട്ടിയാണ്. ഇതിനകത്ത് ശരിക്കും നെയ്യ് തേച്ച് കൊടുത്തില്ലെങ്കിലും ഇത് വിട്ട് കിട്ടും. എന്നാലും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നെയ്യ് തേച്ച് കൊടുക്കുന്നത്. ഇരുമ്പിൻ്റെ ചട്ടിയാണെങ്കിൽ എന്തായാലും നെയ്യ് തേച്ച് കൊടുക്കണം. ഇനി ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുക. 1/4 ഭാഗത്തോളം ഒഴിച്ചാൽ മതി. കാരണം നമ്മൾ ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ട കാരണം ഇത് കുറച്ചൊന്ന് പൊങ്ങി വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, ഒരുപാട് തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗം ഭയങ്കരമായിട്ടങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ നന്നായി കുറച്ച് വെക്കുക. തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിന് ഒരുപാട് സമയമൊന്നും വേവ് ആവശ്യമില്ല. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇനി ഇതൊന്ന് അടച്ചു വെക്കുക. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. അപ്പോഴത്തേക്കും ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരും. ഇപ്പം ഇവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് മൂടി തുറന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറ്റേ ഭാഗം കൂടെ പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇത് മറിഞ്ഞ് കിട്ടും. ഇതേപോലെ പെട്ടെന്നൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. മറ്റേ സൈഡും കൂടെ 1 മിനിറ്റ് ഒന്ന് വേവിക്കുക. വേണമെന്നുണ്ടെങ്കിൽ അടച്ചു വെക്കാം. അടച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പം ഇതിവിടെ തിരിച്ചിട്ടതിന് ശേഷം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലാതെ തന്നെ ഇത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ പഴം വെച്ചുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പഴമൊക്കെ കറുത്ത് പോയി കഴിഞ്ഞാൽ അത് കളയാതെ പെട്ടെന്ന് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണിത്. ഒരുപാട് എണ്ണയൊന്നും നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നില്ല. 4 മണിക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൂടിയാണിത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇനി ഞാനിവിടെ ഒരെണ്ണം എടുത്തൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം കണ്ടാൽ അറിയാം, ഭയങ്കര സോഫ്റ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.